യെസ്, അപ്പോൾ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ ദിവസമാണ് ഇന്നലെ തെക്കൻ ജില്ലകളൊക്കെ വിധി എഴുതിയ ദിവസം കൂടിയാണ്. അപ്പോൾ പത്രങ്ങളിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങൾ, മാത്രമല്ല നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങളും പ്രതികരണങ്ങളും, ആ പ്രതികരണത്തിന്മേലുള്ള പ്രതികരണങ്ങളും വിവാദങ്ങളും ഒക്കെ വന്ന ദിവസം കൂടിയായിരുന്നു ഇന്നലെ. അപ്പം എന്തൊക്കെ വാർത്തകളാണ് പത്രങ്ങളിൽ ഉള്ളത് എന്ന് നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം. സുജിചന്ദ്രനാണ് ഇന്ന് പത്ര വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എനിക്കിപ്പം ഉള്ളത്. മിസ്റ്റർ സുജിചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. പറഞ്ഞതുപോലെ തന്നെ പാതി പതിഞ്ഞു ഇന്നലെ, ഇനി നാളെ ബാക്കി പാതി പതിയാനിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ തന്നെയാണ് ഏറിയ പങ്കും വാർത്തകളുള്ളത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും നടിക്കെതിരായ കേസിൻ്റെ വിശദാംശങ്ങളും പ്രതികരണങ്ങളും സേതു പറഞ്ഞ പോലെ അതിന്മേലുണ്ടായ പ്രതികരണങ്ങളും ഒക്കെയാണ് പത്രങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത്. മലയാള മനോരമ പത്രം പക്ഷേ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആദ്യം തന്നെ കണ്ണിൽ പതിയുന്നത് ഒരു പരസ്യമാണ്. പരസ്യം ചില സമയം വാർത്തയുമാകുമല്ലോ. സ്വാഭാവികമായിട്ടും അതിന് നമുക്ക് കൗതുകമുണ്ട്. അവതാർ ഫയർ ആൻഡ് ആഷ് വരുന്നു എന്നുള്ള മുഴുവൻ പേജ്, പാതി പേജ് പരസ്യം ആണ് നൽകിയിരിക്കുന്നത്. ഡിസംബർ 19 മുതലാണ് അവതാർ തിയേറ്ററുകളിൽ എത്തുക. അവതാറിൻ്റെ ആദ്യ 2 ഭാഗങ്ങൾ വലിയ ആഗോള ഹിറ്റായിരുന്നല്ലോ. അവതാർ 1 അതിനുശേഷം വേ ഓഫ് വാട്ടറും ഇപ്പോൾ അതിനുശേഷം വരുന്നത് ഫയർ ആൻഡ് ആഷ്. ആകാശത്താണ് ഇത്തവണ ജെയിംസ് കാമറൂണിൻ്റെ തീക്കളി നടക്കുക എന്ന വാർത്ത കൗതുകത്തോടെ, പരസ്യമാണെങ്കിലും അതിൽ ഒരു വാർത്തയുണ്ടെന്നുള്ളത് കൊണ്ട് ആ പത്രം കയ്യിലെടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നതായതുകൊണ്ട് അതേപ്പറ്റി പറഞ്ഞു പോവുകയാണ്. തൊട്ടിപ്പുറത്ത് ആദ്യഘട്ടം 70.9% ഇന്നലത്തെ ടോട്ടൽ പോളിംഗ് പെർസെൻറ്റേജാണ്. കൗതുകകരമായ ഒരു വാർത്താ ചിത്രം അതിനൊപ്പം ഉണ്ട്. മകനൊപ്പം ആവേശം. കോട്ടയം തിരുവഞ്ചൂർ ഗവൺമെൻറ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി 88 വയസ്സുള്ള സരോജിനി അമ്മയെ മകൻ ഗണേശ് ബാബു തോളിലെടുത്ത് മടങ്ങുന്നു എന്നാണ്. എല്ലാ ജില്ലകളിലെയും പോളിംഗ് വിശദാംശങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ എവിടെയാണ്? എറണാകുളം 74.59%, ഇടുക്കി 71%, കോട്ടയം 70%, ആലപ്പുഴ 73%, പത്തനംതിട്ട 66%, പത്തനംതിട്ടയിൽ കുറവാണ്, തിരുവനന്തപുരം 67%, കൊല്ലം 70.36 എന്ന് തുടങ്ങി ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് എറണാകുളത്താണ്. മറ്റൊരു വാർത്ത താഴെ, ഈ നടിയെ ആക്രമിച്ച കേസിലെ സേതു ഇപ്പോൾ പറഞ്ഞതുപോലെ വിശദാംശങ്ങളും പ്രതികരണങ്ങളും അതിന്മേൽ പ്രതികരണങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫെഫ്കയിൽ നിന്ന് ഭാഗ്യലക്ഷ്മിയുടെ പ്രതിഷേധ റാലി എന്ന വാർത്ത. അതിജീവിതയെ അമ്മ സംഘടനയിൽ ഒരാൾ പോലും വിളിച്ചില്ലെന്നും വിമർശനം. അവൾക്കൊപ്പമെന്ന് പറയുമ്പോഴും ഈ സംഘടനകളൊക്കെ അവനൊപ്പമായിരുന്നു എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു. ഈ രാജിപ്രഖ്യാപനത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിനിടെ ഈ അതിജീവിതയെ ഓർത്ത് ഭാഗ്യലക്ഷ്മി വിതുമ്പുന്ന ഒരു വാർത്താചിത്രം. ഒപ്പം ചിരി നിറച്ച് നടൻ ദിലീപും ഭാര്യ കാവ്യമാധവനും ഇന്നലെ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴുള്ള ചിത്രവും അതോടൊപ്പമുണ്ട്. 3-ാമത്തെ പേജിൽ മറ്റൊരു വാർത്തയുണ്ട്. വേദനയോടെ സഹപ്രവർത്തകർ. അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥിയുടെ മരണം. ഇന്നലെ വോട്ടെടുപ്പ് നടക്കുമ്പോൾ അതിന് തൊട്ടു മുമ്പ് മരിച്ചുപോയൊരു സ്ഥാനാർത്ഥി, അതായത് തൊട്ട് മുമ്പലത്തെ ദിവസം വരെ വോട്ടഭ്യർത്ഥിച്ച് പോസ്റ്ററും ബാനറും ഒക്കെ വയ്ക്കേണ്ടി വന്ന സഹപ്രവർത്തകർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ബാനർ വയ്ക്കേണ്ടി വന്ന ദുരവസ്ഥയെക്കുറിച്ച് ഓർമ്മയിലെന്ന് എറണാകുളം പാമ്പാക്കുട പഞ്ചായത്ത് 10-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി CS ബാബു വോട്ടെടുപ്പ് ദിവസം പുലർച്ചെ മരിച്ചതിനെ തുടർന്ന് ഓണക്കൂർ ജംഗ്ഷനിലെ പ്രചാരണ ബോർഡ് മാറ്റി അവിടെ ആദരാഞ്ജലി ബോർഡ് വച്ചതിന് ശേഷം നിൽക്കുന്ന സഹപ്രവർത്തകരുടെ ചിത്രമാണ് ആ വാർത്തയിലുള്ളത്. മനോരമയിലേക്ക് തന്നെ അടുത്ത പേജിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ പത്രങ്ങളും ഇങ്ങനെ തന്നെയാണല്ലോ. ഇന്നലത്തെ പോളിംഗ് ചിത്രങ്ങളാണ് നിറച്ചിരിക്കുന്നത്. മനോരമ അതിലൊരു കൗതുകം കാണിച്ചിരിക്കുന്നു. 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളുടെ മാത്രം, വോട്ടർമാരുടെ മാത്രം ചിത്രങ്ങൾ. അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും 1, 2, 3, 4, 5 അങ്ങനെ 6, 7 100 വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാർ ആ വിലയേറിയ വോട്ടവകാശം വിനിയോഗിച്ചതിൻ്റെ ചിത്രം ഒരു ഫോട്ടോ സ്റ്റോറിയായി കൊടുത്തിരിക്കുന്നു. വോട്ടാവേശം 100 എന്നാണ് അതിന് കൗതുകകരമായ തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഒരു കൗതുക വാർത്തയും കൂടി പറഞ്ഞിട്ട് മനോരമ നമുക്ക് മാറ്റിവെക്കാം. ഒരു ബലൂണുകൾ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് ഭീഷണിയാകുന്നത് എന്നാണ് ആ വാർത്ത. ലിത്വാനിയയിൽ നിരന്തരം ബലൂണുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണ്? അയൽരാജ്യമായ ബെലാറുസ് ഈ പരീക്ഷണങ്ങൾക്കായി അയക്കുന്ന, കാലാവസ്ഥാ നിരീക്ഷണത്തിനും മറ്റും അയക്കുന്ന ബലൂണുകൾ കൊണ്ട് സഹികെട്ട ലിത്വാനിയ ആ രാജ്യത്ത് ഇപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് വാർത്ത. റഷ്യയുടെ സഖ്യരാഷ്ട്രമായ ബെലാറുസിലേത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന നടപടിയാണ് എന്ന് പറയുന്നു. യുക്രൈൻ അനുഭാവമുള്ള ലിത്വാനിയ ഈ രാഷ്ട്രീയം കൂടി ഈ ബലൂണിൻ്റെ മേലെ കയറി വരുന്നുണ്ട്. അപ്പോൾ രാജ്യാന്തര വിമാനത്താവളം വരെ അടച്ചിടേണ്ട അവസ്ഥ. ബലൂണുകൾ പോലും എങ്ങനെയാണ്, നമുക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് വലിയ കൗതുകമായി തോന്നുമല്ലോ. അങ്ങനെ ബലൂണുകൾ 2 രാജ്യത്തെ സംഘർഷത്തിൻ്റെ ഭാഗമാകുന്ന കൗതുകകരമായ വാർത്ത അതോടൊപ്പമുണ്ട്. മാതൃഭൂമിയിലേക്ക് എടുക്കുകയാണെങ്കിൽ ആദ്യ
വാർത്ത പ്രതീക്ഷയില്ല എന്നൊരു വാർത്തയാണ്. ഇത് മുന്നണികളുടെ ഒന്നും പ്രതീക്ഷയെക്കുറിച്ചല്ല, വലിയ തലക്കെട്ടിൽ പ്രതീക്ഷയില്ല എന്ന് കൊടുക്കുന്നു. സിൽവർ ലൈനിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണത്രേ, കേരയിൽ പദ്ധതിയിൽ ഇനി പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ലെന്ന് ആണ് തോന്നുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനർത്ഥം പദ്ധതി ആകെ ഉപേക്ഷിക്കുന്നു എന്നല്ല, വേറെ വഴി നോക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നുള്ള വാർത്ത അതോടൊപ്പം ക്ലൈമാക്സിൽ പൂട്ടാൻ ശ്രമം എന്ന അടുത്ത വാർത്ത. നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെതിരെയുള്ള ശബ്ദിക്കുന്ന തെളിവുകളാണ് ഉള്ളതെന്നും അപ്പീലിൽ പൂട്ടാനാകുമെന്നുമാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ദിലീപിനെതിരെ ഗൂഢാലോചന കുറ്റം ശരിവെക്കുന്ന തെളിവുകൾ ശരിയായി വിലയിരുത്തുന്നതിൽ വിചാരണ കോടതി പരാജയപ്പെട്ടു. 19 തെളിവുകളാണ് ദിലീപിനെതിരെ പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ നൽകിയത്. ഈ 19 തെളിവുകളും വളരെ മൂല്യവത്തായ തെളിവുകളാണെന്നും അപ്പീലിൽ ഇതൊക്കെ കോടതി അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പറയുന്നു. ക്ലൈമാക്സിൽ പൂട്ടാൻ ശ്രമം എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. ഇനി 6-ാമത്തെ പേജിലേക്ക് ചെന്നാൽ ഇന്ത്യയുടെ അരി വാങ്ങില്ല എന്നാണ്, ഇന്ത്യൻ അരിക്ക് തീരുവ ചുമത്താൻ ട്രംപിൻ്റെ പ്രതികാര ചുങ്കം തീരുന്നില്ല. അമേരിക്കൻ വിപണിയിലേക്ക് ഇന്ത്യ അരി കൊണ്ടുവന്ന് തള്ളരുതെന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നറിയിപ്പ്. അമേരിക്കൻ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്ന നടപടിയുടെ പേരിൽ കാർഷികോൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ അരിക്കും കാനഡയിൽ നിന്നുള്ള വളങ്ങൾക്കും വീണ്ടും തീരുവ വരുന്നു. അതായത് നിങ്ങളുടെ അരി ഇവിടെ വേവില്ല എന്ന് ട്രംപ് പറയുകയാണ്. 9-ാമത്തെ പേജിലേക്ക് വന്നാൽ ഈ നടിയെ ആക്രമിച്ച കേസിലെ തന്നെ മറ്റൊരു വാർത്തയുണ്ട്. അതായത് ഒരു സാക്ഷി, വിപിൻ ലാൽ എന്നുള്ള സാക്ഷി കൂറുമാറാതിരുന്ന സാക്ഷിമാരിൽ ഒരാളാണ്. അമ്മ 500 രൂപ കടമെടുത്ത് ആണ് കോടതിയിലേക്ക് തന്നെ വിട്ടത് എന്ന് പറയുന്നു. അമ്മ പറഞ്ഞു, കോടികൾ കിട്ടിയാലും വേണ്ട, ആ കുട്ടിയെ പെങ്ങളായി കണ്ടുവേണം സാക്ഷി പറയാൻ. അതായത് ഈ പൾസർ സുനി ജയിലിൽ കിടന്നപ്പോൾ ഒരു ചെക്ക് കേസിൽ ഒപ്പമുണ്ടായിരുന്ന വിപിൻ ലാലിനെ കൊണ്ടാണ് കത്തെഴുതിച്ചത് എന്നാണ് പറയുന്നത്. അതൊരു പ്രധാനപ്പെട്ട സാക്ഷിമൊഴിയായിരുന്നു. പക്ഷേ കോടതിയിൽ അപമാനിക്കപ്പെട്ടു എന്നൊക്കെ അദ്ദേഹം ഇന്നലെ പറയുന്നുണ്ടായിരുന്നു. നിലവിൽ അദ്ദേഹം പഠിക്കുകയാണ്. ഇതിനിടെ BA ചരിത്രത്തിൽ കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് അദ്ദേഹം 1ാം റാങ്ക് നേടിയിരുന്നു. ഇഗ്നോയിൽ നിന്ന് MA പൂർത്തിയാക്കി. ഇപ്പോൾ ഭാരതിയാർ സർവകലാശാലയിൽ ശ്രീനാരായണ ഗുരു സനാതനധർമ്മം മാതൃകാമാറ്റം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുകയാണ് വിപിൻ ലാൽ. മൊഴിയിൽ തന്നെ ഇനി അപ്പീൽ കോടതിയിലേക്ക് പോവുകയാണെങ്കിലും ഉറച്ചു നിൽക്കുമെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇനി ദേശാഭിമാനിയിലേക്ക് നമുക്ക് വേഗം പോകാം. ദേശാഭിമാനിയിൽ ഈ വാർത്തകളൊക്കെ തന്നെയുണ്ട്. നടിയെ ആക്രമിച്ചതും ഇലക്ഷൻ വാർത്തകൾ സ്വാഭാവികമായിട്ടുമുണ്ട്. പക്ഷേ അതിലെ കൗതുകം നമുക്ക് പോകുന്നത് നേരെ താഴേക്കാണ്. ഇന്ന് നമ്മുടെ തരൂരിന് സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ദിവസമാണ് കേട്ടോ. രാജ്നാഥ് സിംഗ് ആണ് പുരസ്കാരം നൽകുന്നത്. ശശി തരൂർ സവർക്കർ പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. കേരളത്തിൽ കോൺഗ്രസിനും സംഘപരിവാറിനും ഇടയിലെ പാലമായ ശശി തരൂരിന്, അങ്ങനെയാണ് ദേശാഭിമാനി വിശേഷിപ്പിക്കുന്നത്. പാലം എന്നുള്ള വാക്ക് ബ്രിട്ടാസിനെതിരെ ഉപയോഗിച്ചത് ശ്രദ്ധിക്കണം നമ്മളിവിടെ. പരിവാർ സംഘടനയായ HRDS ഇന്ത്യയുടെ പ്രഥമ സവർക്കർ പുരസ്കാരം ഇന്ന് നൽകും. തരൂർ അത് പോയി വാങ്ങുമോ എന്നും അവിടെ എന്താണ് തരൂർ സംസാരിക്കാൻ പോകുന്നതെന്നും ഇന്ന് ഏതായാലും വലിയ വാർത്തയായിരിക്കും. ദേശാഭിമാനിയിലെ 5-ാം പേജിൽ മറ്റൊരു വാർത്തയുണ്ട്. ദിലീപിനെതിരെയാണ് ആ വാർത്ത. ദിലീപ് 1-ാം പ്രതി, നിർണായക തെളിവുകൾ. വേറൊരു കേസുണ്ടല്ലോ, അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ശ്രമിച്ച കേസ് ഇപ്പോഴും ദിലീപിനെതിരെ നിൽക്കുകയാണ്. അതിൽ വധഗൂഢാലോചന കേസിൽ ഫോൺ വിവരങ്ങളടക്കം നിർണായക തെളിവുകൾ ദിലീപിനെതിരെ ഉണ്ട്. അതായത് ഈ അപ്പീൽ കോടതിയിലേക്ക് ആദ്യ കേസ് പോകുന്നു, ഈ വധശ്രമ കേസ് നിലനിൽക്കുന്നു എന്നതൊക്കെ അടക്കം ഇപ്പോഴും കുറ്റാരോപിതൻ തന്നെയാണ് ദിലീപെന്ന് ആവർത്തിക്കുകയാണ് പത്രങ്ങൾ. ഒപ്പം 7-ാമത്തെ പേജിൽ വെങ്കടേശൻ ഇന്നലെ പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തെക്കുറിച്ചാണ്. വന്ദേ ഭാരതം, ജയ് ഹിന്ദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ത്യ ഹൃദയത്തിലേറ്റിയ 3 മുദ്രാവാക്യങ്ങൾ. ഇതിലേത് മുദ്രാവാക്യമാണ് നിങ്ങൾ ഏറ്റുവിളിച്ചതെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻഗാമികൾ ഏറ്റുവിളിച്ചതെന്ന് CPM അംഗം വെങ്കടേശൻ ഇന്നലെ പാർലമെൻറ്റിൽ വെച്ച് BJP അംഗങ്ങളോട് ചോദിക്കുന്നു. വന്ദേ ഭാരതത്തിൻ്റെ 150-ാം വാർഷിക ആചരണത്തോടനുബന്ധിച്ച് ലോക്സഭയിൽ നടന്ന ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു. ഈ മുദ്രാവാക്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് നിങ്ങൾ ഏറ്റുവിളിച്ചിട്ടുണ്ടോ എന്ന്, നിങ്ങളുടെ മുൻഗാമികൾ ഏറ്റുവിളിച്ചിട്ടുണ്ടോ എന്ന് വെങ്കടേശൻ ചോദിക്കുകയാണ്. സിറ്റിസൺഷിപ്പ് അണ്ടർ, ഹിന്ദുവാണ്, സിറ്റിസൺഷിപ്പ് അണ്ടർ CAA only if claims verified എന്നാണ് വാർത്ത. അതായത് CAA താഴെ വരുന്ന സിറ്റിസൺഷിപ്പ് മറ്റു രാജ്യങ്ങളിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന, മതപീഡനം നേരിട്ട് ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിൽ ഇപ്പോഴുള്ളവരുടെ സിറ്റിസൺഷിപ്പ് ഈ CAA പശ്ചാത്തലത്തിൽ അവിടെ മതപീഡനം നേരിട്ടു എന്ന് ഉറപ്പാക്കിയതിന് ശേഷമേ നൽകാമോ എന്ന് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. ആക്ട് പ്രൊവൈഡ്സ് റൈറ്റ് ടു പ്രോസിക്യൂട്ടഡ് റിലീജിയസ് മൈനോറിറ്റീസ് ബട്ട് ദർ ക്ലെയിംസ് മസ്റ്റ് ക്ലിയർ ഒഫീഷ്യൽ റിവ്യൂ. വളരെ കൃത്യമായ റിവ്യൂ നടത്തണം. സെയ്സ് കോർട്ട് ആഫ്റ്റർ പെറ്റീഷണർ ഫ്ലാഗ്സ് പാനിക് എമംഗ് റെഫ്യൂജീസ് ഫ്രം നെയ്ബറിംഗ് നേഷൻസ് ആഫ്റ്റർ SIR began. ഇത്
ഇവിടുത്തെ അഭയാർത്ഥികൾക്കിടയിൽ, ഈ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികൾക്കിടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് ആ വാർത്ത. മംഗളത്തിൻ്റെ 10-ാം പേജിൽ ഇതിനോട് സാമ്യമുള്ള മറ്റൊരു വാർത്തയുണ്ട്. അതായത് ഈ SIR സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കുന്നത് വർദ്ധിക്കുന്നതിൽ സുപ്രീം കോടതിക്ക് അതൃപ്തിയുണ്ട്. SIR വിഷയത്തിൽ ഹർജികൾ വർദ്ധിക്കുന്നതിൽ അതൃപ്തി പ്രകടിപ്പിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് രാഷ്ട്രീയക്കാരെല്ലാം പ്രശസ്തി നേടാൻ സുപ്രീം കോടതിയിലേക്ക് എത്തുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മംഗളത്തിൻ്റെ 8-ാമത്തെ പേജിലേക്ക് പോയാൽ ഇന്നലത്തെ ഈ ഇന്ത്യ ജയിച്ചത് പാണ്ഡ്യ നടനം എന്നൊരു വാർത്തയായിട്ട് മംഗളം കൊടുക്കുന്നുണ്ട്. എല്ലാവരും രസകരമായ തലക്കെട്ടുകളൊക്കെയാണ് കേട്ടോ ഈ ഇന്നലത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വിജയത്തിന് നൽകിയിരിക്കുന്നത്. അത് ഓൾറെഡി വന്ന വാർത്തയായതുകൊണ്ട് എല്ലാവരും അറിഞ്ഞതുകൊണ്ടും അതിലേക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ. വേറൊരു കൗതുക വാർത്ത, കൂളാകാൻ 3 മിനിറ്റ്. അടുത്ത ഫുട്ബോൾ ലോകകപ്പിൽ കൗതുക വാർത്ത മാത്രമല്ല, ഒരു അറിവ് കൂടിയാണ്. ലോകകപ്പിൽ 3 മിനിറ്റിൻ്റെ വെള്ളം കുടിക്കാനുള്ള ഇടവേള ഏർപ്പെടുത്തുമെന്ന് ഫിഫ പറയുന്നു. ഓരോ പകുതിയിലും 22 മിനിറ്റ് കഴിയുമ്പോഴാണ് നിർബന്ധിത ഇടവേള. USA, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിലായി നടക്കുന്ന ലോകകപ്പിലെ എല്ലാ മത്സരങ്ങൾക്കും ഈ ഇടവേള ബാധകമായിരിക്കുമെന്നും ഫിഫ വ്യക്തമാക്കി. കടുത്ത ചൂടുള്ള കാലാവസ്ഥയിൽ മാത്രമല്ല, ഇനി നടക്കാനിരിക്കുന്ന എല്ലാ കളികളിലും ഈ ഡ്രിങ്ക്സ് ബ്രേക്ക്, 3 മിനിറ്റ് വീതമുള്ള ബ്രേക്ക് ഫിഫ ഫുട്ബോൾ മത്സരങ്ങളിൽ ഏർപ്പെടുത്താൻ പോവുകയാണ് എന്നാണ് ആ വാർത്ത. കേരള കൗമുദിയിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ, AEയിൽ ഇന്ത്യക്ക് 1.5 ലക്ഷം കോടിയുടെ നിക്ഷേപം AEയിൽ നടക്കാൻ പോകുന്നു എന്നാണ്. വൻ നിക്ഷേപമായി മൈക്രോസോഫ്റ്റ് ഇന്ത്യയിലേക്ക് വരുന്നു. ഏഷ്യയിൽ നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണിത്. മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ല പ്രധാനമന്ത്രിയെ നരേന്ദ്രമോദിയെ സന്ദർശിച്ചപ്പോഴുള്ള വാർത്താചിത്രം. ഇന്ത്യയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ മൈക്രോസോഫ്റ്റ് $1750 കോടി, അതായത് 1.5 ലക്ഷം കോടിയോളം ഇന്ത്യൻ രൂപ നിക്ഷേപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട ശേഷം മൈക്രോസോഫ്റ്റ് CEO സത്യ നദല്ല ഇക്കാര്യം വെളിപ്പെടുത്തി എന്ന വാർത്ത അവർ നൽകിയിരിക്കുന്നു. വീക്ഷണത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വാർത്തകളൊക്കെ ഉണ്ട്. ദേശാഭിമാനിയിലെ മറ്റ് വാർത്തകൾ നമ്മൾ തൽക്കാലം വിട്ട് തരൂരിൻ്റെ വാർത്ത പറഞ്ഞതുപോലെ വീക്ഷണത്തിലെ ഇന്നത്തെ നമ്മുടെ ആ ശ്രദ്ധ പോകുന്ന ആദ്യത്തെ വാർത്ത ഇരയുടെ പരാതിയിൽ മുഖ്യൻ്റെ ഇരട്ടത്താപ്പ് എന്ന വാർത്തയാണ്. PT കുഞ്ഞുമുഹമ്മദിനെതിരെ കേസെടുക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകാൻ വൈകിപ്പിച്ചു എന്നാണ് വാർത്ത. ചലച്ചിത്ര പ്രവർത്തകയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്ന പരാതിയിൽ CPIM സഹയാത്രികനും മുൻ MLAയുമായ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദിനെതിരെ നടപടി വൈകിപ്പിച്ചതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നു. അതായത് പരാതി കിട്ടിയത് 27-നാണ്. ഇത് പോലീസിന് കൈമാറിയത് ഡിസംബർ 2-നാണ്. കഴിഞ്ഞ മാസം 27-നാണ് പരാതി കിട്ടിയത്. ഡിസംബർ 2-നാണ് പോലീസിന് കൈമാറുന്നത്. പോലീസ് കേസെടുത്തതാകട്ടെ ഡിസംബർ 8-നും 12 ദിവസത്തെ ഒരു വൈകൽ ഈ പരാതിയുടെ കാര്യത്തിൽ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനതിൽ 2 നീതി ആണ് എന്നാണ് പറയുന്നത്. മാധ്യമം നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തലക്കെട്ട് കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. 7 ജില്ലകൾ വിധി എഴുതി. നഗരപരിധിയിൽ പോളിംഗ് കുറവാണ്. സമാധാനപരമായിരുന്നു പോളിംഗ്. പാതി പതിഞ്ഞു, ബാക്കി പാതി നാളെ പതിയാനിരിക്കുന്നു. ഇനി ചന്ദ്രികയിലേക്ക് വരികയാണെങ്കിൽ, ചന്ദ്രികയുടെ 5-ാം പേജിൽ ഇന്നലെ പാർലമെൻറ്റിൽ SIR സംബന്ധിച്ച് നടന്ന ചർച്ചയ്ക്കിടെ അബ്ദുൾ സമദ് സമദാനി പറഞ്ഞത് വോട്ടിംഗ് മെഷീൻ മാറ്റി ബാലറ്റ് പേപ്പർ തിരിച്ചു കൊണ്ടുവരണം. SIR ബീഹാറിൽ കണ്ട കെടുതി കേരളത്തിലും അനുഭവപ്പെട്ടു. പൗരൻ്റെ അടിസ്ഥാനപരമായ ജനാധിപത്യ അവകാശത്തിൽ വെള്ളം ചേർക്കാൻ ഭരണപരമായ ഒരു നടപടിയെയും അനുവദിക്കാത്ത വിധത്തിലുള്ള നിയമനിർമ്മാണം രാജ്യത്ത് വേണം എന്ന് സമദാനി MP പറയുന്നു. ബാലറ്റ് പേപ്പർ തിരികെ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇനിയിപ്പോൾ ജന്മഭൂമിയിലേക്ക് വരെ കൂടെ പോവുകയാണെങ്കിൽ, കുറേ നാളായി തമിഴ്നാട്ടിൽ BJP അവരുടെ സ്വാധീനം ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ അയ്യപ്പനെയാണ് BJP പിടിച്ചതെങ്കിൽ തമിഴ്നാട്ടിൽ മുരുകനെയാണ് പിടിക്കുന്നത്. വെട്രിവേൽ യാത്രയൊക്കെ ഒരു പല ഘട്ടങ്ങളായി നടത്തിയതറിയാം. ഇപ്പോൾ തിരുപ്രക്കുണ്ടം കോവിലിൽ കാർത്തിക ദീപം, സ്റ്റാലിൻ സർക്കാരിനെതിരെ ഭക്തജന പ്രതിഷേധവും നാമജപ യാത്രയുമൊക്കെ അവിടെയും പയറ്റുകയാണ്. തിരുപ്രക്കുണ്ടത്ത് കാർത്തിക ദീപം തെളിയിക്കുന്നതിനെതിരെയുള്ള DMK സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് ഭക്തർ നടത്തിയ ഒരു ഭക്തജന പ്രകടനം അറുപടൈ മുരുകൻ കോവിലുകളിൽ പ്രസിദ്ധമായ തിരുപ്പറങ്കുണ്ടത്ത് കാർത്തിക ദീപം തെളിയിക്കുന്നതിനെതിരെ DMK സർക്കാർ നിലനിൽക്കുകയാണെന്നും ഇതിനെതിരെ ഈ ആചാരം സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് കേരളത്തിൽ അയ്യപ്പന് വേണ്ടിയായിരുന്നെങ്കിൽ തമിഴ്നാട്ടിൽ മുരുകന് വേണ്ടി BJPയുടെ നാമജപ സമരം നേരത്തെ തുടങ്ങിയതാണ്. അത് തുടരുന്നു. സേതു.